പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലൊരു ചെറിയ ടോപ്പിക് ഉണ്ട്, ഡിഫറൻഷിയേഷൻ, ഡിഫറൻഷിയേഷൻ, റീഡിഫറൻഷിയേഷൻ. ഭയങ്കര സിമ്പിളാ സാറേ. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ദ ഫിനോമിനൻ വിച്ച് മേക്ക് ടിഷ്യൂ കൾച്ചർ പോസിബിൾ. ഇതിൽ ഏത് ഫിനോമിനൻ ആണ് സാറേ ടിഷ്യൂ കൾച്ചറിനെ പോസിബിൾ ആക്കുന്നത്? ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരം എനിക്കറിയാം സാർ, ടോട്ടിപ്പൊട്ടൻസി അല്ലേ. എക്സ്പ്ലാന്റിന് വലിയ പ്ലാന്റായി മാറാൻ ഒരു കഴിവുണ്ട്, ആ എബിലിറ്റിൻ്റെ പേരാണ് ടോട്ടിപ്പൊട്ടൻസി. പക്ഷെ ഇതിൻ്റെ ഉത്തരം ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഒപ്പം വേറൊരു ഉത്തരം കൂടെ വരും മക്കളെ. അതെന്താ ഞാൻ പഠിപ്പിച്ചു തരാം. അറിയുന്നവരൊക്കെ പറഞ്ഞോളൂ, അറിയാത്തവർ വേണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോളൂ. നമ്മൾ പഠിക്കുന്നത് ഡിഫറൻഷിയേഷൻ, ഡിഫറൻഷിയേഷൻ, റീഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതെന്താ ഞാൻ വേഗം പറയാം. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലായ്പ്പോഴും ഞാൻ ഇതിൽ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോ. മെരിസ്റ്റമാറ്റിക് സെൽ എന്താ? ഡിവൈഡ് ചെയ്യുന്നവരാ. പെർമനന്റ് സെൽ എന്താ? ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളാ. മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ എന്തായി മാറും? പെർമനന്റ് സെല്ലായി മാറും. ഡിവൈഡ് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ ഡിവിഷൻ നിർത്തിയിട്ട് പെർമനന്റ് സെല്ലായിട്ട് മാറും. അതിൻ്റെ പേരാണ് സാർ ഡിഫറൻഷിയേഷൻ. ഈ ഇപ്പം ഉണ്ടായ പെർമനന്റ് സെൽ ഉണ്ടല്ലോ, ഈ പെർമനന്റ് സെല്ലുകൾ ഡിവിഷൻ ഇല്ലാത്തവരാണല്ലോ. ഇവർ ഒരിക്കൽ കൂടി ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളാകും. ഡിവിഷൻ നിർത്തിയ പെർമനന്റ് സെല്ലുകൾ ഒരിക്കൽ കൂടി ഡിവൈഡിങ് കപ്പാസിറ്റി നേടിയെടുക്കും. അപ്പോൾ അവരെന്തായി മാറി? മെരിസ്റ്റമാറ്റിക് സെല്ലായി മാറി. ഇതിൻ്റെ പേരാണ് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷൻ, ഡിഫറൻഷിയേഷൻ. മക്കളെ, ഡിഫറൻഷിയേഷൻ അവിടെ കാണും, മോണോക്കോട്ടിലും കാണും, ഡൈക്കോട്ടിലും കാണും. ഡിഫറൻഷിയേഷനോ മോണോക്കോട്ടിൽ നടക്കാറുണ്ട്, ഡൈക്കോട്ടിൽ നടക്കാറുണ്ട്. എന്നാൽ ചില ഡൈക്കോട്ടുകളിൽ മാത്രം നടക്കുന്നതാണ് ഏത്? റീഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷൻ മോണോക്കോട്ടിലും ഡൈക്കോട്ടിലും നടക്കും, ഡിഫറൻഷിയേഷൻ മോണോക്കോട്ടിലും ഡൈക്കോട്ടിലും നടക്കും. എന്നാൽ ഡൈക്കോട്ടിലേക്ക് വരുമ്പോൾ മാത്രം കാണുന്ന ഒന്നാണ് ഏത്? റീഡിഫറൻഷിയേഷൻ. എന്താ റീഡിഫറൻഷിയേഷൻ? സാറേ, ഓൾറെഡി ഡിഫറൻഷിയേഷൻ നടന്ന എന്തുണ്ടായിട്ടുണ്ട്? മെരിസ്റ്റമാറ്റിക് സെൽ ഉണ്ടായിട്ടുണ്ട്. ഈ മെരിസ്റ്റമാറ്റിക് സെൽ എന്താ? ഡിവൈഡ് ചെയ്യുന്നവരാ. ഇവർ ഒരിക്കൽ കൂടി ഡിവിഷൻ നിർത്തിയിട്ട് പെർമനന്റ് സെല്ലായിട്ട് മാറാറുണ്ട്. അതിൻ്റെ പേരാണ് മക്കളെ റീഡിഫറൻഷിയേഷൻ. ഇത് ഇവിടെ മാത്രമേ നടക്കാറുള്ളൂ, ഡൈക്കോട്ടിൽ മാത്രമേ നടക്കാറുള്ളൂ. മെരിസ്റ്റമാറ്റിക് സെല്ല് പെർമനന്റ് ആയാൽ ഡിഫറൻഷിയേഷൻ, അത് മോണോക്കോട്ടിലും ഡൈക്കോട്ടിലും ഉണ്ട്. ഈ പെർമനന്റ് സെല്ല് ഡിവൈഡ് ചെയ്യാത്തവരാ. ഇവർ ഡിവൈഡ് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് സെല്ലായിട്ട് മാറി. ഇതിൻ്റെ പേര് ഡിഫറൻഷിയേഷൻ. മോണോക്കോട്ടിലും ഡൈക്കോട്ടിലും ഉണ്ട്. ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകളെ ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളാ. ഇവർ ഒരിക്കൽ കൂടി ഡിവിഷൻ നിർത്തിയിട്ട് പെർമനന്റ് സെല്ലായി മാറും. ഇതിൻ്റെ പേര് റീഡിഫറൻഷിയേഷൻ. ഇതവിടെ മാത്രമേ നടക്കൂ, ഡൈക്കോട്ടിൽ മാത്രമേ നടക്കുള്ളൂ. മക്കളെ, ഇവിടെ മെരിസ്റ്റമാറ്റിക് ഉണ്ട്, ഇവിടെ മെരിസ്റ്റമാറ്റിക് ഉണ്ട്. ഇത് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ നമ്മൾ ഇവരെ എന്താ വിളിക്കുക? പ്രൈമറി മെരിസ്റ്റമാറ്റിക് സെൽ എന്നാ വിളിക്കുക. ഇവരെ എന്താ വിളിക്കുക? സെക്കൻഡറി മെരിസ്റ്റമാറ്റിക് സെൽ എന്നാ വിളിക്കുക. ഇവിടെയും പെർമനന്റ് ഉണ്ട്, ഇവിടെയും പെർമനന്റ് ഉണ്ട്. അവരെ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ നമ്മൾ എന്താ വിളിക്കുക? പ്രൈമറി പെർമനന്റ് സെൽ എന്നാ വിളിക്കുക. ഇവരെ നമ്മൾ എന്താ വിളിക്കുക? സെക്കൻഡറി പെർമനന്റ് സെൽ എന്ന് കൂടെ വിളിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരേ ടേം റിപ്പീറ്റ് ആവുന്നതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി പ്രൈമറി സെക്കൻഡറി എന്ന് കൊടുക്കാറുണ്ട്. ഇനി ഇതിൻ്റെ എക്സാമ്പിളാണ് പരീക്ഷയ്ക്ക് വരിക. ഇതെങ്ങനെ പ്ലാന്റിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. മെരിസ്റ്റമാറ്റിക് സെൽ പെർമനന്റ് ആകുന്നതിൻ്റെ പേരെന്താ? ഡിഫറൻഷിയേഷൻ. അതെല്ലാ പ്ലാന്റിലും നടക്കും, മോണോക്കോട്ടിലും ഡൈക്കോട്ടിലും നടക്കും. എക്സാമ്പിൾ പറ സാറേ. മെരിസ്റ്റമാറ്റിക് സെല്ലിന് എക്സാമ്പിൾ ആണ് സാമോ റാമോ. അതെന്താ സാറേ, ആൺകുട്ടികളാണോ? അല്ല. ഷൂട്ട് എപ്പിക്കൽ മെരിസം, റൂട്ട് എപ്പിക്കൽ മെരിസം. ഷൂട്ട് എപ്പിക്കൽ മെരിസും റൂട്ട് എപ്പിക്കൽ മെരിസും ഒക്കെ ഡിഫറൻഷിയേഷൻ നടന്നിട്ടുണ്ടാകുന്ന പെർമനന്റ് സെല്ലുകളാണ്. ആര്? പാരങ്കൈമ, മെഡുലറി റേസ്. അതൊക്കെ എന്താ? പെർമനന്റ് സെല്ലുകളാ. സാമറാമ് പോലുള്ള മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ ഡിഫറൻഷിയേഷൻ നടന്നുണ്ടാകുന്ന പെർമനന്റ് സെൽ ഏതൊക്കെയാ? പാരങ്കൈമ, മെഡുലറി റേസ്. ഓക്കെ, ഇതാണ് പ്ലാന്റിൽ നടക്കുന്നതിന് എക്സാമ്പിൾ, ഡിഫറൻഷിയേഷൻ്റെ എക്സാമ്പിൾ. ഈ പാരങ്കൈമ എന്താ സാറേ? പെർമനന്റ് സെല്ലുകളാ. ഈ പാരങ്കൈമയൊക്കെ ഡിഫറൻഷിയേഷന് പോകാറുണ്ട്. എന്നിട്ടുണ്ടാകുന്ന മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ പേരാണ് ഏത്? ക്യാമ്പിയം. മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ പേരെന്താ? ക്യാമ്പിയം. ക്യാമ്പിയം എന്താ? മെരിസ്റ്റമാറ്റിക് സെല്ല. ഏത് വഴിയാ ക്യാമ്പിയം ഉണ്ടാകുക? വെരി 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 കിങ്ങിണി ഇമ്പോർട്ടൻറ്റ്. ഏത് വഴിയാണ് ക്യാമ്പിയം ഉണ്ടാകുക? ഡിഫറൻഷിയേഷൻ വഴിയാണ് ഉണ്ടാകുക. ക്യാമ്പിയങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റർഫെസിക്കുലാർ, കോർക്കി ക്യാമ്പിയം. ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയവും കോർക്കി ക്യാമ്പിയവും ഏത് വഴിയാണ് ഉണ്ടാകുക? ഡിഫറൻഷിയേഷൻ വഴിയാണ് ഉണ്ടാകുക. ഇത്രയും വരെ മോണോക്കോട്ടിലും ഡൈക്കോട്ടിലൊക്കെ ഉണ്ട്. എന്നാൽ ഇനി ഞാൻ പറഞ്ഞത് ഡൈക്കോട്ടിൽ മാത്രമേ നടക്കുകയുള്ളൂ. റീഡിഫറൻഷിയേഷൻ. ഇപ്പൊ നമ്മുടെ ക്യാമ്പിയം ഉണ്ടല്ലോ, ക്യാമ്പിയം എന്ന് പറഞ്ഞാൽ എന്താ? മെരിസ്റ്റമാറ്റിക്സ് അല്ല. ഈ ക്യാമ്പിയങ്ങൾ ഡൈക്കോട്ടുകളിൽ മാത്രം എന്തായി മാറും? സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം പോലുള്ള പെർമനന്റ് സെല്ലായിട്ട് മാറും. അതിൻ്റെ പേരാണ് മക്കളെ എന്ത്? അതിൻ്റെ പേരാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിൻ്റെ പേരാണ് റീഡിഫറൻഷിയേഷൻ. അതിൻ്റെ പേരെന്താ? റീഡിഫറൻഷിയേഷൻ. സാമം റാമും പോലുള്ള മെരിസ്റ്റമാറ്റിക് സെല്ല് പാരങ്കൈമയായാൽ ഡിഫറൻഷിയേഷൻ, പാരങ്കൈമ ക്യാമ്പിയമായിട്ട് മാറിയാൽ ഡിഫറൻഷിയേഷൻ. ഈ ക്യാമ്പിയം ഡൈക്കോട്ടുകളിൽ സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയുമായിട്ട് മാറാറുണ്ട്. അതാണ് സാറേ റീഡിഫറൻഷിയേഷൻ. ഇവിടെ ചോദിക്കുന്നത്
ഡിഫറൻഷിയേഷൻ്റെ പ്രൊഡക്റ്റ് എന്താ? ഡിഫറൻഷിയേഷൻ നടന്നാൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താ? ഡിഫറൻഷിയേഷൻ നടന്ന എന്താ ഉണ്ടാകുക? ഡിഫറൻഷിയേഷൻ നടന്ന എന്താ ഉണ്ടാകുക? പാരങ്കൈമ മെഡുലറി റേസ്. എന്താ ഉണ്ടാകുക സാറേ പറഞ്ഞേ? പാരങ്കൈമ ഉണ്ടാകും സാറേ, കൂടാതെ മെഡുലറി റേസും ഉണ്ടാകും. അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഡി ഡിഫറൻഷിയേഷൻ്റെ പ്രൊഡക്റ്റുകൾ എന്താ? ക്യാമ്പിയമാ. ഓർത്ത് വെച്ചോ, ഡി ഡിഫറൻഷിയേഷൻ ക്യാമ്പിയം ഉണ്ടാകുന്നെങ്കിൽ അത് ഏത് വഴിയാ? ഡി ഡിഫറൻഷിയേഷൻ വഴിയാ. അടുത്ത നോക്ക് മക്കളെ, റീഡിഫറൻഷിയേഷൻ്റെ പ്രൊഡക്റ്റുകൾ എന്താ? റീഡിഫറൻഷിയേഷൻ്റെ പ്രൊഡക്റ്റുകളാണ് സെക്കൻഡറി സൈലം, അതേപോലെ സെക്കൻഡറി ഫ്ലോയം. സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയം ഏതിൻ്റെ ഭാഗമാ? റീഡിഫറൻഷിയേഷൻ വഴി ഉണ്ടാകുന്നതാ. ഇനി ഓർത്ത് വെക്കണം, ടിഷ്യൂ കൾച്ചറിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാകാറുണ്ട്, അതിൻ്റെ പേരാണ് കാലസ്. നിങ്ങൾക്കറിയാലോ, മാസ് ഓഫ് സെൽ. ഒരു സെല്ല് അത് ഗ്രൂപ്പ് ഓഫ് സെല്ലാകും. ഈ ഒരു സെല്ല് ടിഷ്യൂ കൾച്ചറിൽ മീഡിയത്തിൽ കൊണ്ടിട്ടാൽ അത് ഗ്രൂപ്പ് ഓഫ് സെല്ലാകും. അതിൻ്റെ പേരാണ് ഏത്? കാലസ്. ഈ കാലസ് ഉണ്ടാകുന്നത് ഏത് വഴിയാ? ഡി ഡിഫറൻഷിയേഷൻ വഴിയാ. ടിഷ്യൂ കൾച്ചറിൽ കാലസ് ഉണ്ടാകും. കാലസ് ഉണ്ടാകുന്നത് ഏത് വഴിയാ? ഡി ഡിഫറൻഷിയേഷൻ വഴിയാ സാറേ. അതേപോലെ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും? പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ മുഴകൾ ഉണ്ടാകും. മുഴകളുടെ പേര് നമ്മൾ എന്താ വിളിക്കുക? ട്യൂമറുകൾ ഉണ്ടാകും. ഈ ട്യൂമറുകൾ ഉണ്ടാകുന്നതും ഏത് വഴിയാ? ഡി ഡിഫറൻഷിയേഷൻ വഴി. റീഡിഫറൻഷിയേഷൻ വഴി ഡി ഡിഫറൻഷിയേഷൻ വഴി രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. ഏതൊക്കെ? ഒന്ന് ക്യാമ്പിയം, അറിയാലോ, ക്യാമ്പിയം അതുവഴി ഉണ്ടാകാം. രണ്ടാമത് എന്താ? ടിഷ്യൂ കൾച്ചറിൻ്റെ ഉള്ളിലെ കാലസ്. എന്താ കാലസ്? ഒരു സെല്ല് ഒരു കൂട്ടം സെല്ലാകും. ഈ ഗ്രൂപ്പ് ഓഫ് സെല്ലിൻ്റെ പേരാ കാലസ്. അതേപോലെ പ്ലാന്റിൽ ട്യൂമർ ഉണ്ടാകും, മുഴകൾ ഉണ്ടാകും. മുഴയും ഡി ഡിഫറൻഷിയേഷൻ വഴി ഉണ്ടാകാം. കാലസ് ആയിക്കോട്ടെ ട്യൂമർ ആയിക്കോട്ടെ ഡി ഡിഫറൻഷിയേഷൻ വഴിയാ. ഡി ഡിഫറൻഷിയേഷൻ വഴിയുള്ള മെയിൻ സാധനങ്ങൾ ഏതൊക്കെയാ? കാലസ്, ട്യൂമർ, ക്യാമ്പിയം. ഡി ഡിഫറൻഷിയേഷൻ വഴിയുള്ള മെയിൻ ഭാഗങ്ങൾ ഏതൊക്കെയാ? കാലസ്, ട്യൂമർ, ക്യാമ്പിയം. കാലസ്, ട്യൂമർ, ക്യാമ്പിയം. മക്കളെ, ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് അണ്ടർലൈൻ ചെയ്തോ, എന്ത് കുത്തിക്കോ? ഡി ഡിഫറൻഷിയേഷൻ കുത്തിക്കോ. ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കുത്താം? ഡി ഡിഫറൻഷിയേഷനിൽ നിങ്ങൾക്ക് കറപ്പിക്കാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഡി ഡിഫറൻഷിയേഷൻ എന്നാ വരിക. റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കേട്ടോ. എന്നാ പറ, ടിഷ്യൂ കൾച്ചറിൽ ഏതാ ഉപയോഗിക്കുക? ടിഷ്യൂ കൾച്ചറിൽ ടോട്ടിപ്പൊട്ടൻസി ഉപയോഗിക്കും. കൂടാതെ ടിഷ്യൂ കൾച്ചറിൽ ഒരു സെല്ല് കാലസായി മാറില്ലേ? കാലസായി മാറാൻ നമുക്ക് ഏത് വേണം? ഡി ഡിഫറൻഷിയേഷൻ കൂടെ വേണം. അപ്പോൾ ഇവിടെ ഏതും വേണം? ടോട്ടിപ്പൊട്ടൻസി ആൻഡ് ഡി ഡിഫറൻഷിയേഷൻ. ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്നത് ഏതാ? ടോട്ടിപ്പൊട്ടൻസി ഉപയോഗിക്കും. ഒരു സെല്ല് കാലസായി മാറണം. കാലസിൽ നിന്നാണ് പിന്നെ പ്ലാന്റ് ഉണ്ടാകുക. കാലസ് ടിഷ്യൂ കൾച്ചറിൽ ഉണ്ടാകണം. ഏത് വഴിയാ? ഡി ഡിഫറൻഷിയേഷൻ വഴി. ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന അപ്പോൾ ഏതൊക്കെയാ? ഡി ഡിഫറൻഷിയേഷനും ടോട്ടിപ്പൊട്ടൻസിയും. എക്സാമ്പിൾ ഫോർ ഡി ഡിഫറൻഷിയേഷൻ. കാരണം ഡി ഡിഫറൻഷിയേഷൻ ആണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക. എപ്പിക്കൽ മെരിസ്റ്റം അല്ല, ഇൻഡർകാരറി മെരിസ്റ്റം അല്ല, ഫ്ലോയം ഫൈബർ അല്ല. ഫ്ലോയം ഫൈബർ പെർമനന്റ് ടിഷ്യൂ. ഡി ഡിഫറൻഷിയേഷൻ വഴി ഉണ്ടാകുക. ക്യാമ്പിയം, കോർക്കി ക്യാമ്പിയം, ഇന്റർഫെസ്റ്റിക്കുലർ ക്യാമ്പിയം, ട്യൂമർ, കാലസ് എല്ലാം ഏത് വഴിയാണ് ഉണ്ടാകുക? ഡി ഡിഫറൻഷിയേഷൻ വഴിയാണ് ഉണ്ടാകുക. അപ്പോൾ ഡി ഡിഫറൻഷിയേഷൻ വഴി ഉണ്ടായത് ഏതാ? കോർക്കി ക്യാമ്പിയമാ സാറേ. അടുത്ത ഇതിൽ ഏതാണ് സാറേ മിസ്മാച്ച്ഡ്? ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ്? ഏതാ? ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് എന്താ? ഫോർമേഷൻ ഓഫ് ക്യാമ്പിയം അല്ല. ക്യാമ്പിയം ഫോർമേഷൻ ചെയ്യുന്ന ഏത് വഴിയാ? ഡി ഡിഫറൻഷിയേഷൻ വഴിയാണല്ലോ. ഡി ഡിഫറൻഷിയേഷൻ എന്താ? ഫോർമേഷൻ ഓഫ് പെർമനന്റ് ടിഷ്യൂ. ഡി ഡിഫറൻഷിയേഷൻ പറഞ്ഞാലല്ലോ. ഡി ഡിഫറൻഷിയേഷൻ എന്താ സംഭവിക്കുക? ഡി ഡിഫറൻഷിയേഷനിൽ മെരിസ്റ്റമാറ്റിക് സെൽ ഉണ്ടാകുക, പെർമനന്റ് സെൽ അല്ല. ഡിഫറൻഷിയേഷനിൽ പെർമനന്റ് ടിഷ്യൂ ഉണ്ടാകുക, റീഡിഫറൻഷിയേഷനിൽ പെർമനന്റ് ടിഷ്യൂ ഉണ്ടാകുക. എന്നാൽ ഡി ഡിഫറൻഷിയേഷനിലോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, മെരിസ്റ്റമാറ്റിക് സെല്ലുകളാണ് ഉണ്ടാകുക. ഡി ഡിഫറൻഷിയേഷൻ ഫോർമേഷൻ ഓഫ് പെർമനന്റ് ടിഷ്യൂ അല്ല, ഫോർമേഷൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആ. റീഡിഫറൻഷിയേഷൻ എന്താ? സ്പെഷ്യലൈസേഷൻ ഓഫ് സെക്കൻഡറി മെരിസ്റ്റം ഡെറിവേറ്റീവ്. സെക്കൻഡറി മെരിസ്റ്റം ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡറി മെരിസ്റ്റം, അതായത് ശരിയാ, സ്പെഷ്യലൈസേഷൻ ഓഫ് സെക്കൻഡറി മെരിസ്റ്റം ഡെറിവേറ്റീവ്. അത് തന്നെ. റീഡിഫറൻഷിയേഷൻ എന്താ? സെക്കൻഡറി മെരിസ്റ്റത്തിന്റെ ഡെറിവേറ്റീവുകളാണ്. കറക്റ്റാ? റീഡിഫറൻഷിയേഷൻ നോക്ക് നിങ്ങൾ. റീഡിഫറൻഷിയേഷനിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നു. എവിടെ നിന്ന് ഉണ്ടാകുക? സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്നാ. സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്നുള്ള ഡെറിവേറ്റീവുകളാ, സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളാണ് എവിടെ ഉണ്ടാകുക? റീഡിഫറൻഷിയേഷനിൽ ഉണ്ടാകുക. അത് കറക്റ്റാണ്. റീഡിഫറൻഷിയേഷൻ ഈസ് ദ സ്പെഷ്യലൈസേഷൻ ഓഫ് സെക്കൻഡറി മെരിസ്റ്റം ഡെറിവേറ്റീവ്. സെക്കൻഡറി മെരിസ്റ്റങ്ങളിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടായി വരുന്ന സ്ട്രക്ചറുകളാണ് എവിടെ കാണുക? റീഡിഫറൻഷിയേഷനിൽ കാണാം. ഇത് കറക്റ്റാ? ഡിഫറൻഷിയേഷൻ എന്താ? റീഗെയിനിങ് മെരിസ്റ്റമാറ്റിക് നേച്ചർ അല്ല. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെരിസ്റ്റമാറ്റിക് പെർമനന്റ് ആകുക. അപ്പം എന്താ? മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ലോസ് ചെയ്യാണ്, പെർമനന്റ് ആക്ടിവിറ്റിയെ ലോസ് ചെയ്യുക. മെരിസ്റ്റമാറ്റിക് നേച്ചർ റീഗെയിൻ ചെയ്യുന്നത് എവിടെ? മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി റീഗെയിൻ ചെയ്യുന്നത് ഡി ഡിഫറൻഷിയേഷൻ അല്ല.
ഡിഫറൻസിയേഷൻ ആയിക്കോട്ടെ റീഡിഫറൻസിയേഷൻ ആയിക്കോട്ടെ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി പോകുക ചെയ്യുക. ഡീഡിഫറൻസിയേഷനല്ല തിരിച്ച് കിട്ടുക. റീഗെയിനിങ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഡിഫറൻസിയേഷനിലല്ല വരിക. അപ്പോൾ റീഡിഫറൻസിയേഷൻ ഉത്തരമാണ് ഇത് സ്പെഷ്യലൈസേഷൻ ഓഫ് സെക്കൻഡറി മെരിസ്റ്റം ഡെറിവേറ്റീവ്. സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്നുള്ള സ്ട്രക്ചർ ഉണ്ടാകുന്നത് എവിടെ? റീഡിഫറൻസിയേഷനിൽ നിന്നാണ്. ഇത്രയാണ് മക്കളെ ഇവിടുത്തെ ചോദ്യങ്ങൾ. സിമ്പിൾ ടോപ്പിക്കാണ്, മനസ്സിലായെന്ന് കരുതുന്നു. അധികം ടഫ് ഒന്നുമല്ല. 10 മിനിറ്റ് കൊണ്ട് ഇതിൽ നിന്നുള്ള എല്ലാ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാലസ് കാമ്പിയം ട്യൂമർ, കാലസ് കാമ്പിയം ട്യൂമർ എന്ന് കേട്ടാൽ എഴുതി വെച്ചോ. എന്താ അത് ഡീഡിഫറൻസിയേഷനാണ്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. NCERT പറയുന്നുണ്ട്, നമ്മൾ പറയാറുണ്ട് ഗ്രോത്തിൽ എന്താ ഗ്രോത്ത് ഓപ്പൺ ആണെന്ന് നമ്മൾ പറയാറില്ലേ? ഗ്രോത്ത് ഓപ്പൺ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ NCERT പറയുന്നുണ്ട് സാറേ എന്താ ഡിഫറൻഷിയേഷനും എന്താ ഓപ്പൺ ആണ്. ഡിഫറൻഷിയേഷനും എന്താ ഓപ്പൺ ആണ്. ഓർത്ത് വെച്ചോ. ഗ്രോത്ത് ഓപ്പൺ എന്ന് പറയുന്നത് പോലെ ഡിഫറൻഷിയേഷനും ഓപ്പൺ ആണെന്ന് NCERT പറയുന്നുണ്ട്. ഗ്രോത്ത് ഈസ് ഓപ്പൺ, ഓൾസോ ഡിഫറൻഷിയേഷൻ ഈസ് ഓപ്പൺ.